എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഫാമിലി ആയിരുന്നു ഹാന കൃഷ്ണകുമാറിൻ്റെ ഫാമിലി. പക്ഷേ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ അവരിങ്ങനെ വലിച്ചു കീറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പക്ഷേ എനിക്കതിൽ തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കൊരു അമ്മൂമ്മയുണ്ട് അല്ലെങ്കിൽ ഒരു ഗ്രാൻഡ് മദർ ഉണ്ട്. അവർ ശരിയാണ്, തൻവിക്ക് പാരൻസ് ഇല്ല, ഒറ്റക്കാണ്. പക്ഷേ അവരെ മാത്രം സ്നേഹിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ള ചിൽഡ്രൻസിന് അത് വിഷമം തന്നെയാണ്. കാരണം നമ്മുടെയൊക്കെ അനുഭവത്തിൽ നിന്ന് ഒരുപാട് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് അവരുടെ മനസ്സിൽ ശരി, തന്വിയോട് ഇഷ്ടമുണ്ട് കൂടുതൽ, അത് തന്വിയോട് കാണിക്കണം. പക്ഷേ അത് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഓവറായിട്ട് അവളെ മാത്രം കെയർ ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു ഗ്രാൻഡ്മ ചെയ്യാൻ പാടില്ലാത്തതാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം തന്വി തന്നെ പറയുന്നുണ്ട് ഒരു വീഡിയോയിൽ, ഒരു ചിക്കൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ പോലും ഈ ഗ്രാൻഡ് പാരൻസ് പോലും കഴിക്കാതെ മുഴുവൻ തന്വിയെ കൊണ്ട് തന്നെ കഴിപ്പിക്കും എന്നൊക്കെ. അപ്പോൾ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവാം എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ എന്നുള്ളത്. അപ്പോൾ അത് അത്ര വലിയൊരു സുഖമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നണില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഗ്രാൻഡ് പാരൻസിനെല്ലാവരും ഒരുപോലെ കാണുക എന്നുള്ളതാണ് ഒരു ഗ്രാൻഡ്മയുടെ ക്വാളിറ്റി. അതിപ്പോൾ വട്ട് എവർ ഇറ്റ് ഈസ് ദർ സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും എല്ലാവരും ഒരുപോലെ കാണുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ മക്കളാവുമ്പം അവരുടെ മൈൻഡ് എന്തായാലും കൊച്ചു കുഞ്ഞുങ്ങളാവുമ്പോൾ മുതലേ ഇത് കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താ എന്നോട് ഇഷ്ടമില്ലാത്തത്, തന്വിയോട് മാത്രം എന്താ ഇത്ര ഇഷ്ടം എന്നൊക്കെ അവരുടെ മനസ്സിൽ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ വരാം. അതനുസരിച്ച് തന്നെ അവർ മനസ്സ് വളർന്നുകൊണ്ടിരിക്കുമ്പം അത് അവരുടെ മനസ്സിൽ ഉറച്ചു പോവുകയും ചെയ്യും. പിന്നെ വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഗ്രാൻഡ്മ അല്ലേ എന്ന് ക്ഷമിച്ചു കൊടുത്തേക്കാന്ന് പറഞ്ഞ് കുറേ ക്ഷമിച്ചാലും ഇതൊക്കെ ഉള്ളിൽ കിടക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ പൊട്ടിത്തെറിച്ച് വരാം. അതാവാം അഹാനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർ എല്ലാം ഓപ്പണായിട്ട് അങ്ങനെ സഹിച്ച് ക്ഷമിച്ച് അങ്ങനെ നിൽക്കുന്ന ഒരു ഫാമിലി ഒന്നും അല്ലല്ലോ. അത്യാവശ്യം എന്ത് കാര്യമുണ്ടെങ്കിലും ഓപ്പണായി പറയുന്ന ഒരു ഫാമിലിയൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഹാന അതങ്ങനെ റെസ്പോണ്ട് ചെയ്ത്. ഇപ്പോൾ അവർക്ക് തോന്നുന്നുണ്ടാവും വേണ്ടായിരുന്നില്ല, കാരണം സോഷ്യൽ മീഡിയയിൽ അത് അവർക്ക് നെഗറ്റീവായി വന്നു. പക്ഷേ ഗ്രാൻഡ്മയുടെ ഭാഗവും കൂടെ നമ്മൾ കാണണം. പക്ഷെ തന്വി അതിൽ കുറ്റക്കാരിയല്ല. അവൾ സ്നേഹിക്കപ്പെടുന്നത് അതിൽ തന്വി കുറ്റക്കാരിയല്ല. അവിടെ ചെറുതായിട്ട് ഗ്രാൻഡ്മ ഒന്ന് സൂക്ഷിക്കേണ്ടതായിരുന്നു. പിന്നെ തന്വിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് തോന്നാം കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുകയാണോ എന്നൊക്കെ. കാരണം ഇതൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടാൻ തോന്നുന്ന ആ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് ഉണ്ടല്ലോ, അപ്പോൾ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കാണാതെ ഒരു മനുഷ്യൻ അങ്ങനെ ഇടുമോ? എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആരെയും ഭാഗം പറയില്ല, എനിക്ക് ചിന്തിക്കുമ്പോൾ കിട്ടുന്ന കാര്യമാണ്. ഇത്രയും വലിയൊരു ഇഷ്യൂ ഉണ്ടാകാൻ പോവുകയാണ് ഇത്രയും എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഇത്രയും വലിയ ഫാമിലിയുടെ ഉള്ളിൽ തന്നെ നമ്മുടെ കസിൻസൊക്കെ തമ്മിൽ എന്തായാലും അവർ തമ്മിൽ വെറുപ്പുണ്ടാവുമെന്ന് അറിയാം ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അതിലും വലിയൊരു ബെനിഫിറ്റ് എന്തോ കണ്ടിട്ടായിരിക്കില്ലേ ഇത് ഇട്ടിട്ടുണ്ടാവുക തന്വി എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. മേ ബി അതായിരിക്കാം, അല്ലായിരിക്കാം. പിന്നെ തന്വി നാട്ടിൽ വന്നതെന്ന് കഴിഞ്ഞാൽ നാട്ടിൽ വന്നത് മുത്തശ്ശീനെ നോക്കാൻ വേണ്ടി മാത്രമല്ല, എന്നാൽ മകൻ്റെ കാര്യങ്ങൾക്കും കൂടിയാണെന്ന് പിന്നീട് തന്വി പറയുണ്ടായി. എനിവേ അത് മുത്തശ്ശിക്കൊരു ഹെൽപ്പുമായി. ആ ഒരു ഫാമിലി സ്വന്തം നാട്ടിൽ നിൽക്കുന്നത് എന്തായാലും ഒരു നല്ല കാര്യം. പക്ഷെ അതിന് അവർക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. മുത്തശ്ശിയെ നോക്കാൻ വേണ്ടി മാത്രമൊന്നുമല്ല തന്വി നാട്ടിൽ വന്നത് എന്നുള്ളത് 100% ഉറപ്പാണ്. തന്വിയുടെ ലൈഫിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടായിരുന്നു, കൂടെ മുത്തശ്ശിയെ നോക്കുകയും ചെയ്യാം. അതങ്ങനെ ഒരു ഈക്വലൈസ് ചെയ്ത് ചിന്തിക്കാനാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ്. പിന്നെ നമ്മുടെ സിന്ധു ചേച്ചി, നമ്മളെല്ലാവരും എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ഒരു മദറിൻ്റെ ആ ഒരു ഏജ് ഉള്ള ഒരു ചേച്ചി തന്നെയാണ് സിന്ധു ചേച്ചി. അവരിതിന് വലിയ പ്രതികരണം നടത്തിയിട്ടില്ല. കാരണം സ്വന്തം അമ്മയാണ്, മനസ്സിലുണ്ടായിരിക്കും. പക്ഷെ അങ്ങനെ തുറന്നു പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് സ്വന്തം അമ്മയായി പോയില്ലേ. പിന്നെ അവർ കുറച്ചുകൂടെ ജീവിതമൊക്കെ കണ്ട ഒരു അമ്മയായതുകൊണ്ട് അവർ പെട്ടെന്ന് പ്രതികരിക്കില്ല. പക്ഷെ അഹാനയുടെയൊക്കെ പ്രായം പോലെ എല്ലാവരും ഇരുത്തി ചിന്തിക്കും ഒരു വീഡിയോ ഇടുമ്പോഴോ അതിനെക്കുറിച്ച് പറയുമ്പോഴോ ഒക്കെ. സ്വന്തം പ്രസവിച്ച അമ്മയാണല്ലോ. അതുപോലെ തന്നെ പിന്നെ കൃഷ്ണവാസവന് ഇതിൽ പിന്നെ പറയേണ്ടതായിട്ടൊന്നുമില്ല. മറ്റുള്ള ഹാനിയുടെ മറ്റ് സിസ്റ്റേഴ്സിനെല്ലാം അമ്മൂമ്മയ്ക്ക് വലിയ ഇഷ്ടമാണ്. കാരണം അവർ
അവരോടൊന്നും വലിയ പ്രശ്നമില്ല അമ്മൂമ്മയ്ക്കെന്ന് പറഞ്ഞു. ചിലപ്പോൾ ഈ കാര്യത്തിൽ കൂടുതൽ പ്രതികരിച്ചത് അഹാനയായിരിക്കാം. കാരണം കുറച്ച് മുതിർന്ന കുട്ടി അഹാനയാണ്, കൂടുതൽ കാര്യങ്ങൾ കണ്ടു അങ്ങനെയൊക്കെ വളർന്നു വന്നിട്ടുള്ളതാണ്. പക്ഷേ അഹാന പ്രതികരിച്ച ലെവൽ എത്രത്തോളം നമുക്കറിയില്ല. അത് കൂടുതൽ ഇനിയും നമുക്കതിനെക്കുറിച്ച് അറിയില്ല. അതുകൊണ്ട് ആ പ്രതികരിച്ച ലെവൽ ചിലപ്പോൾ കുറച്ച് കൂടിപ്പോയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവർ ഇത്രയും ഇറിറ്റേറ്റഡ് ആയിട്ട് വീഡിയോ ഇട്ടത് കൊണ്ട് തോന്നുന്നതാണ്. അതുകൊണ്ട് അവിടെ എന്താണ് അതിൻ്റെ ആളുടെ ഫുൾ കാരണം അവർ അയച്ച മെസ്സേജസ് എല്ലാം അമ്മൂമ്മേനെ ചീത്ത പറഞ്ഞിട്ടാണെന്ന് പറയുന്നു. അയച്ച മെസ്സേജസ് എല്ലാം അഹാന കൃഷ്ണകുമാർ ഡിലീറ്റ് ഫോർ എവരി അടിച്ച് ഡിലീറ്റ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. അപ്പം ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ അതിൽ അത്രയ്ക്ക് എന്തോ ഉണ്ടായിട്ടല്ലേ ഡിലീറ്റ് ചെയ്ത് കളയുന്നത്. അമ്മമ്മയ്ക്കാണെങ്കിൽ അത്ര അറിയില്ല, ഡിലീറ്റ് ഫോർ എവരി സംഭവങ്ങളൊന്നും ആൾക്ക് അറിയില്ല. അപ്പോൾ അമ്മമ്മ പറഞ്ഞ തെറി പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. ആ സംഭവങ്ങളെല്ലാം അവിടെ കെടുക്കുകയും ചെയ്തു. അഹാന സേഫായിട്ട് ഒരു പ്ലേ ചെയ്യുകയും ചെയ്തു. അതാണ് ഇതിലെനിക്ക് നോക്കിയിട്ട് കാണുന്നത്. പക്ഷേ എല്ലാവരും ഇഷ്യൂസൊക്കെ പറഞ്ഞ് തീർത്ത് ഒരുമിച്ച് സന്തോഷത്തോടെ പോവുക. അമ്മമ്മ എല്ലാ പെരമക്കളെയും അത് ഗ്രാൻഡ് ചൈൽഡിനെയും എല്ലാവരും ഒരുപോലെ കാണുക. എല്ലാവരെയും ഇനി എത്ര ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഏജ് ഒന്നും ഒരു ഇതല്ല. ലൈഫ് എത്ര ഉണ്ടെന്നൊന്നും നമുക്കറിയില്ല, നമുക്ക് ഓരോരുത്തരുടെ ലൈഫൊന്നും. എനിവേസ് എല്ലാവരെയും ഒരുപോലെ കണ്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കും, ഉണ്ട്. പക്ഷേ ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം നമുക്ക് ഒരാളുടെ വീഡിയോ കാണുന്നു, അടുത്ത ആളുടെ വീഡിയോ കാണുന്നു, അടുത്ത ഓരോരുത്തരുടെയും ഭാഗം കാണുമ്പം നമുക്ക് പറയാനുള്ളത് ഇതാണ്: എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ സ്നേഹത്തോടെ പോയി. കാരണം അത്യാവശ്യം ജീവിക്കാനുള്ള സാഹചര്യം മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി മരിച്ചു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോയില്ല, ഇങ്ങനെ ഉണ്ടാക്കി ഇട്ടിട്ട് പിന്നെ എന്തിനാണ്? അതുകൊണ്ട് ഉള്ളതുകൊണ്ട് സന്തോഷത്തോടെ കഴിയുക എന്നുള്ളതാണ് ഒരു ഉപദേശം എന്നല്ല. ഉപദേശിക്കാൻ നമ്മൾ ആരുമല്ല, എന്നാലും പറയാനുള്ളത് അതാണ്.